എന്താണ് ഇറസിസ്റ്റിബിൾ ഓഫർ എന്ന് പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെയല്ല ഇറസിസ്റ്റിബിൾ ഓഫർ എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, നമ്മളൊക്കെ ഓഫർ ഇടുന്ന എങ്ങനെ? ഓണത്തിനൊക്കെ ബെസ്റ്റ് സെയിൽ എവർ, അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ, 20% ഓഫർ, ബൈ വൺ ഗെറ്റ് വൺ. ഇതൊന്നും ഇറസിസ്റ്റിബിൾ ഓഫറിൽ പെടുന്നതല്ല. എന്താണ് ബൈ വൺ ഗെറ്റ് വൺ, 20% ഓഫ്, 30% ഓഫ്? ഇതൊന്നും ഇറസിസ്റ്റിബിൾ ഓഫർ അല്ല. ഇതിന്റെ പേരൊന്ന് എഴുതി വെച്ചോ, പ്രൊമോഷണൽ ഓഫേഴ്സ്. പ്രൊമോഷണൽ ഓഫർ നമ്മളുടെ കുറച്ച് സാധനം ഒന്ന് 10 പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഓഫറാണ് ആ പറഞ്ഞ 20%. ഇതൊന്നും കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇറസിസ്റ്റിബിൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതാണ് ഏറ്റവും മികച്ച ക്വാളിറ്റി, വി ആർ ദ നമ്പർ 1, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല ഇറസിസ്റ്റിബിൾ ഓഫർ. നമ്മളുടെ ഒരു ഇറസിസ്റ്റിബിൾ ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. 5 ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണിത്? 2, ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ് മീ? ഇത് എനിക്ക് എങ്ങനെ ഗുണം ചെയ്യും? ഒന്നെന്താ, വാട്ട് ഈസ് ഇറ്റ്, എന്തുവാ ഇത്? 2, എനിക്കിതെങ്ങനെ ഗുണം ചെയ്യും, ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ് മീ? 3, വൈ ഷുഡ് ഐ ബിലീവ് യു? നിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കുന്നു? 1, ഇതെന്തുവാ, വേണ്ടേ ഈ സാധനം, ഇതെന്തുവാ, ഇതെങ്ങനെ എനിക്ക് ഗുണം ചെയ്യുന്നേ? ഓക്കെ, ഇതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി, ഇതെന്തുവാന്ന് മനസ്സിലായി, എനിക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു. നിന്നെ ഞാൻ എന്തിനാ ഇതിനെ വിശ്വസിക്കുന്നേ? വൈ ഷുഡ് ഐ ട്രസ്റ്റ് യു? ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 4, ശരി, നിന്നെ എനിക്ക് വിശ്വാസം വന്നു, എത്രയേതിന്? ഹൗ മച്ച് ഈസ് ഇറ്റ്? ഹൗ മച്ച്, എത്രയേത്? ഇപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഇതെന്താണെന്ന് മനസ്സിലായി, ഇത് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായി, നിന്നെ എനിക്ക് വിശ്വാസവും വന്നു, ഇതിനെത്രയാണെന്ന് മനസ്സിലായി. ഓക്കെ, 5ാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, വൈ ഈസ് ഇറ്റ് റെലവൻറ്റ് ഇൻ മൈ ലൈഫ്? ഒരു ഓഫർ കേൾക്കുമ്പോൾ ഈ 5 ചോദ്യങ്ങളാണ് സൈക്കോളജിക്കലി ഒരു കസ്റ്റമറുടെ തലയിലേക്ക് വരുന്നത്. യെസ്, ഈ 5 ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇന്ന് എഴുതാൻ പഠിക്കാൻ പോവുക. ഖനനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല തിളക്കമുള്ള ഒരു കല്ല് കിട്ടി. നല്ല തിളക്കമുള്ള ഒരു കല്ല് കിട്ടി. പക്ഷെ ഇതിന് നല്ല തിളക്കമുണ്ട്. ഇതാ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര തിളക്കം. പക്ഷേ സ്വർണം ഖനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കല്ല് കിട്ടുന്നത്. അപ്പൊ ഈ കല്ല് കിട്ടിയപ്പോൾ ഏതോ ഒരുത്തനൊരു ചിന്ത, ഈ ഓഫർ സെറ്റ് ചെയ്യാൻ അറിയാവുന്നവൻ ഒന്ന് ചിന്തിച്ചു, ഇതെങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും? ഈ തിളക്കമുള്ള കല്ല് എങ്ങനെ വിൽക്കാൻ പറ്റും? അങ്ങനെ അവരതിനൊരു പേരിട്ടു, ഡയമണ്ട്. എന്തിട്ടു? ഏതോ ഓഫർ സെറ്റ് ചെയ്യാൻ അറിയാവുന്ന ബിസിനസ്സുകാരൻ അതിനെ എന്താക്കി മാറ്റി? ഹി മെയ്ഡ് ഇറ്റ് എ സിംബൽ ഓഫ് ലവ്. ഡയമണ്ട് എന്താ? നമ്മളെന്തിനാ നമ്മുടെ ഭാര്യയ്ക്കും കാമുകിക്കും ഒക്കെ ഡയമണ്ട് മേടിച്ചു കൊടുക്കുന്നത്? ആസ് എ സിംബൽ ഓഫ് ലവ്. അല്ലാതെ ഡയമണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഡയമണ്ട് വെർത്ത് ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നോ? ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ലവ്. മറ്റേ ഈ കല്ലൊക്കെ ഉണ്ടല്ലോ, ഈ കല്ലാണ് ഈ പറഞ്ഞ സാധനം. ഈ കല്ലിന് ഇങ്ങനൊരു ഓഫർ സെറ്റ് ചെയ്യാൻ ഇത് കണ്ടുപിടിച്ചവൻ അറിയത്തില്ലായിരുന്നു. സോ ഡയമണ്ട് മെർച്ചൻസ് വിത്ത് ദിസ് കോൺസെപ്റ്റ്, ഈ ഓഫർ എന്ന കോൺസെപ്റ്റ് അറിയാവുന്നവൻ എന്ത് ചെയ്ത് ഇതിനെ, ഡയമണ്ടിനെ എന്താക്കി മാറ്റി? ആ തിളക്കമുള്ള കള്ളിനെ എന്താക്കി? ഹി മെയ്ഡ് ഇറ്റ് എ സിംബൽ ഓഫ് ലവ്. എന്നിട്ട് എന്താക്കി? ഇത് മാൻഡേറ്ററി ആക്കി മാറ്റാൻ അവരൊരു കഥയുണ്ടാക്കി. സിനിമകളിലൊക്കെ ഇത് കൊണ്ടുവന്നു. ഡയമണ്ട് ഇല്ലാതെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിൻസിയർ അല്ല എന്ന് വരെ പല സിനിമയിൽ കൂടി പറഞ്ഞു വെച്ചു. സത്യസന്ധമായതാണോ പ്രണയം എങ്കിൽ ഡയമണ്ട് തന്നിരിക്കും, ഡയമണ്ട് റിങ് തന്നിരിക്കും. ഇത് ഈ വെഡിങ് ഇൻഡസ്ട്രിയിലെ പലരും ഈ ഡയമണ്ട് മർച്ചൻസ് ചെയ്യുന്ന പരിപാടികൾ നോക്കി മനസ്സിലാക്കി. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കരമായിട്ട് നമുക്ക് കയറ്റാം, ഭയങ്കരമായിട്ട് നമുക്ക് സെല്ല് ചെയ്യാമെന്ന് ആർക്ക് മനസ്സിലായി? ഈ പറഞ്ഞ വെഡിങ് ഇൻഡസ്ട്രിയിലെ പലർക്കും മനസ്സിലായി. അവരെന്ത് കൊണ്ടുവന്നു? വലിയ കേക്കുകൾ. ഇത്രയും നാൾ കുഞ്ഞു കേക്കായിരുന്നു. ഇവർക്ക് മനസ്സിലായി വലിയ കേക്ക് ഈ സിംബൽ ഓഫ് വലിയ ലവ്. വലിയ മേക്കപ്പ് ഈ സിംബൽ ഓഫ് വലിയ ലവ്. വലിയ കല്യാണ സാരി ഈ സിംബൽ ഓഫ് വലിയ സ്നേഹം. You can identify
ദീസ് ടൈപ്പ് ഓഫ് ഓഫേഴ്സ് എറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ഓഫറുകളും ഇന്ന് തൊട്ട് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കത്തും. ഇതായിരുന്നല്ലേ അതിൻ്റെ പിന്നിലെ പരിപാടി, ഇതായിരുന്നല്ലേ. ഹൗ ദേ ആർ സെല്ലിങ് ദാറ്റ്, എങ്ങനെ അവരിത് വിൽക്കുന്നത്, ഹൗ ദേ ക്രിയേറ്റഡ് ഡിമാൻഡ്, അർജൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഡിമാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇതെല്ലാം ഇന്ന് തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.